അഭിനയ മെത്രാപ്പോലീത്താമാര്, വന്ദരായ വൈദിക ശ്രേഷ്ഠര്, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നമ്മുടെ നോർത്ത് അമേരിക്കൻ ഗ്നാനായ കമ്മ്യൂണിറ്റിയുടെ 30ാമത് ഫാമിലി കോൺഫറൻസിന് ഇവിടെ ഇന്ന് തിരശ്ശീല വീഴുകയാണ്. ഈ അവസരത്തിൽ ആദ്യമേ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരുന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ നേതൃത്വം നൽകിയ NAKCയുടെ വൈസ് പ്രസിഡന്റായിരുന്ന ജേക്കബ് ചാക്കോ ഉള്ളാടലച്ചനെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ദുഃഖമുളവാക്കുന്ന സംഗതിയാണ്. ഇതിൻ്റെ ഭാരവാഹിയായിരുന്ന സമയത്താണ് അച്ഛൻ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി. അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. കൊച്ചമ്മ ഇവിടെ നമ്മുടെ കൂടെയുണ്ട്. ദൈവം എല്ലാ ആശ്വാസവും അനുഗ്രഹങ്ങളും ആ കുടുംബത്തിന് നൽകട്ടെ. അച്ഛൻ്റെ ശുശ്രൂഷകളൊക്കെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ NAKCയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന സജീവ് മാത്യു കണ്ണൻകുഴയത്ത്, നമുക്ക് മറക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെയും ആകസ്മികമായ വേർപാട് ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു വലിയ നഷ്ടമായി ഇന്നും നിലനിൽക്കുകയാണ്. നോർത്ത് അമേരിക്കൻ ഗ്നാനായ കമ്മ്യൂണിറ്റിയെ നല്ല രൂപത്തിൽ അത് മുന്നോട്ട് പോകണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടി നിസ്തുലമായി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് സജു. പ്രിയപ്പെട്ട സജുവിനെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അതോടൊപ്പം NAKCയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, വികാരി ജനറൽ ഒക്കെ എന്നീ സ്ഥാനങ്ങൾ വഹിച്ച് ആകസ്മികമായി ഈ അടുത്ത സമയത്ത് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പുന്നൂസ് എബ്രഹാം കല്ലമ്പറമ്പിൽ അച്ഛനെയും പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ ഭാരവാഹികളിരുന്ന ആളുകളൊക്കെയും ഈ 1-2 വർഷത്തിനുള്ളിൽ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി. എല്ലാവരെയും ഞാൻ പേരുകൾ പറയുന്നില്ല. അവരെയൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും അവർ ചെയ്ത എല്ലാ നല്ല സേവനങ്ങളെയും ഈ അവസരത്തിൽ അനുസ്മരിക്കുകയും ചെയ്യുകയാണ്. ഇനി നമുക്ക് ഉള്ളത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഫാമിലി കോൺഫറൻസിലേക്ക് കടന്നു വന്ന ഗ്നാനായ സമുദായത്തിൻ്റെ സഭ ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ള ഇതിൻ്റെ സമുദായ മെത്രാപ്പോലീത്ത അഭിവന്ദനായ കുറിയാക്കോസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയാണ്. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും ഈ കമ്മ്യൂണിറ്റിയോടുള്ള എവിടെയുള്ള നമ്മോടുള്ള സ്നേഹനിമിത്തം അഭിവന്ദ തിരുമേനി ഇവിടേക്ക് കടന്നു വന്ന് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കൂടെയായിരുന്ന് നമുക്ക് നേതൃത്വം നൽകുകയും പ്രാർത്ഥിക്കുകയും തന്നെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ നമ്മളോട് ഉണർത്തിക്കുകയും ചെയ്ത അഭിവന്ദ തിരുമേനിയും പ്രത്യേകമായിട്ട് നോർത്ത് അമേരിക്കൻ ഗ്നാനായ കമ്മ്യൂണിറ്റി ഈ അവസരത്തിൽ എല്ലാവിധമായ നന്ദിയും അറിയിക്കുകയാണ്. ഈ സമുദായത്തെക്കുറിച്ച് തിരുമേനി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളെല്ലാം കേട്ടതാണ്. സമുദായം വളരണം, സമുദായം മുന്നോട്ട് പോകണം, അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ മെത്രാപ്പോലീത്തമാരെ ചെയ്യുകയാണ്. തിരുമേനിയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം ആയുസ്സും ആരോഗ്യവും ഈ സഭയെ മുന്നോട്ട് നയിക്കുവാൻ, ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും വെലിശ്ശേരി മേഖലയുടെ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന അഭിവന്യ തിരുമേനിയുടെ വരും ദിവസങ്ങളിലും അതിന് സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ശക്തിയും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ റാന്നി മേഖലാ മെത്രാപ്പോലീത്ത അഭിവന്ദനായ കുറിയാക്കോസ് മാർ ഇവാനിയോസ് തിരുമേനിയും നമ്മുടെ കൂടെ ഈ ദിവസങ്ങളിലുണ്ട്.
തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം തിരുമേനിയുടെ മാതാവ് പ്രായാധിക്യം കൊണ്ട് സുഖമില്ലാതൊക്കെ ഇരിക്കുകയാണ്, ക്ഷീണ അവസ്ഥയിലാണെങ്കിൽ പോലും നമ്മളോടുള്ള സ്നേഹത്തെ നിമിത്തം തിരുമേനി ഓടി വന്നതാണ്. കുറച്ച് ദിവസങ്ങളെ തിരുമേനി ഇവിടെ ഉള്ളൂ. ഈ കമ്മ്യൂണിറ്റിയോടുള്ള സ്നേഹം, ദൈവത്തിന്റെ മുന്തിരിത്തോപ്പിൽ തന്നെ ഏൽപ്പിച്ചതായ ജോലികളെ വിശ്വസ്തയോടുകൂടി ആ താലന്തുകളെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇത്രയും ദൂരം യാത്ര ചെയ്ത് തിരുമേനിയും ഇവിടെ എത്തി. അഭിമന്യ തിരുമേനിയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ നോർത്ത് അമേരിക്കൻ ഗ്രാനൈറ്റ് കമ്മ്യൂണിറ്റിയോട് കാണിക്കുന്ന സ്നേഹത്തെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുകയും തിരുമേനിയുടെ എല്ലാ ശുശ്രൂഷകളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തിരുമേനിയും കഴിഞ്ഞ ദിവസം നമുക്ക് ഈ സഭയെക്കുറിച്ച്, സമുദായത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ ഈ സമുദായത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയിലും അത് നമ്മളെ ശക്തി നൽകുവാൻ അത് നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തിരുമേനിയെയും ഒരിക്കൽ കൂടെ നോർത്ത് അമേരിക്കൻ ഗ്രാനൈറ്റ് കമ്മ്യൂണിറ്റിയിലേക്ക് വെൽക്കം ചെയ്യുന്നതോടൊപ്പം എല്ലാവിധമായ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ ഈ രണ്ട് മെത്രാപ്പൊലീത്തമാരും തന്നെയാണ് വന്നത്. ഇവർക്ക് സ്റ്റെപ്പിനിയായിട്ട് ഇവർക്ക് വേണ്ടി പ്രസംഗിക്കാൻ ആരെയും കൊണ്ട് നടക്കാറില്ല. അതാണ് സമുദായത്തിൻ്റെ മെത്രാപ്പൊലീത്തമാർ ചെയ്യേണ്ടത്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് പറയണം, അവർക്ക് പറയാൻ സാധിക്കണം. അതിന് കൂടെ ആരെയും ഇവർ കൊണ്ടുവന്നിട്ടില്ല. ഉള്ള കാര്യവും സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇനി നമ്മുടെ കൺവെൻഷനെ കുറിച്ച് പറയുമ്പോൾ, ഈ കൺവെൻഷന്റെ ഈ വർഷത്തെ കൺവീനറായി പ്രിയപ്പെട്ട സ്റ്റീഫൻ ജോസഫ് പുതുവീട്ടിൽ ബിനോയ്, അതുപോലെ തന്നെ ഇതിന്റെ കോച്ചറായ സ്റ്റീഫൻ മുന്നശ്ശേരിയില്, രണ്ട് സ്റ്റീഫന്മാരാണ്. സ്റ്റീഫനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ രക്തസാക്ഷികളായവരാണ്, രക്തസാക്ഷിയായ വിശുദ്ധനാണ്. ഇവരുടെ ഒരു പരിധിവരെ പറഞ്ഞാല് രണ്ടുപേരും ഈ ചെയറും കോച്ചേറുമായ നാൾ മുതൽ ഇതിനു വേണ്ടി രാവും പകലും വ്യത്യാസമില്ലാതെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഇത് ഏറ്റവും നല്ല രൂപത്തിൽ ഇത് പോകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് അവരെ പരിശ്രമിച്ചു. അതുപോലെ അവരുടെ കുടുംബ അംഗങ്ങളും ഇതിലെ പങ്കാളികളായി. പ്രിയപ്പെട്ട ബിനോയെയും അതുപോലെ ചിങ്കുവിനെയും സ്റ്റീഫനെയും രണ്ടുപേരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ഈ കമ്മ്യൂണിറ്റിയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക്, ഈ കുഞ്ഞുങ്ങള് ഈ കമ്മ്യൂണിറ്റിയിൽ മുന്നോട്ട് നിലനിർത്തു പോകുന്നതിന് വേണ്ടി അവരെ കൂട്ടിക്കൊണ്ടുവന്ന് അവരിത് കണ്ട് ഈ ബാറ്റൻ അവരിലേക്ക് കൈമാറുന്നതിന് വേണ്ടി അവർ രാവും പകലുമില്ലാതെ അവർ ചെയ്ത എല്ലാ സേവനങ്ങളെയും പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ട് പ്രത്യേകമായി നോർത്ത് അമേരിക്കൻ ഗ്രാനൈറ്റ് കമ്മ്യൂണിറ്റിയുടെ നന്ദി ഇതിൻ്റെ ചെയറായിരുന്ന ബിനോയെയും കോച്ചറായിരിക്കുന്ന സ്റ്റീഫനെയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ ഇടവുകളിൽ നിന്നുള്ള കോർഡിനേറ്റേഴ്സ്, വിവിധ കമ്മിറ്റികളുടെ കൺവീനേഴ്സ്, അവരുടെ കൂടെ പ്രവർത്തിച്ച, ഞാൻ എല്ലാവരുടെയും പേരുകൾ ഓർക്കുന്നില്ല, പറയുന്നില്ല, ഒത്തിരി സമയം നമുക്കില്ലല്ലോ, അവരെല്ലാം പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പള്ളികളിൽ നിങ്ങളുടെയൊക്കെ അടുക്കൽ വന്ന് അത് കോർഡിനേറ്റ് ചെയ്ത് ആ പള്ളികളിലുള്ളതായ കൾച്ചറൽ പ്രോഗ്രാമും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് ടാലന്റ് ഷോസുകളും ഒക്കെ അതിനൊക്കെ നേതൃത്വം നൽകിയ എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ദൈവം അവർക്കെല്ലാം എല്ലാ സ്വർഗീയമായ വാഴ്വുകളും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇതിനു വേണ്ടി വിവിധ രൂപത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതായ നമ്മുടെ ഇടവകയിൽ നിന്നുള്ള അംഗങ്ങൾ, നമ്മൾ കണ്ടതാണ് എത്ര മനോഹരമായ, എത്ര ശ്രേഷ്ഠമായ ഒരു കൾച്ചറൽ പ്രോഗ്രാമാണ് നമ്മളിവിടെ കാഴ്ചവെച്ചത്. എത്ര മനോഹരമായ, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ട്രെയിനിങ്ങുകൾ, അതിനു വേണ്ടിയുള്ളതായ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് പള്ളികളിൽ കൂടി വീടുകളിൽ കൂടി അതിനു വേണ്ടിയൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്ത് ഏറ്റവും ശ്രേഷ്ഠമായി തന്നെ അത് നല്ല രൂപത്തിൽ നടത്തുന്നതിന് വേണ്ടി ഓരോ ഇടവകയിൽ നിന്നും പരിശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ കമ്മ്യൂണിറ്റിയോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും ഇതിനു വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയമൊക്കെ സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹത്തിനായി മാറ്റട്ടെ എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടെ അനുമോദിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന
നമ്മുടെ വൈദികര്, അവരെ നമുക്ക് വിസ്മരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എല്ലാ വൈദികരും അവരുടെ ഇടവകയിൽ ഈ കമ്മ്യൂണിറ്റിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വൈദികര്, ഈ സമുദായത്തെ സ്നേഹിക്കുന്ന വൈദികര് ആത്മാർത്ഥമായി ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ഈ 4 ദിവസം കൊണ്ട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെയും എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു. അവരുടെ ശുശ്രൂഷകളെ ദൈവം അംഗീകരിച്ച് കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ നല്ല വേലക്കാരനായിരിക്കാൻ ദൈവം അവരെല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ NAKC കമ്മിറ്റി അംഗങ്ങൾ, അതിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന മൂഴിയിലച്ഛന്, സെക്രട്ടറി സ്റ്റാൻലി, അതുപോലെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ട്രസ്റ്റി പ്രസാദ്, എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അവരുടെ ദീർഘകാലമായ ഈ പ്രവർത്തനങ്ങൾ ഒരുപാട് വർഷങ്ങളായി അവർ ഇതിൻ്റെ കമ്മിറ്റിയായിട്ട് തുടരുന്നു. പ്രത്യേകമായിട്ട് അവരെയും ഓർത്ത് അവർക്ക് വേണ്ടി നന്ദി പറയുകയാണ്. ഇനി നമുക്ക് പുതിയ നേതൃത്വമൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ പുതിയ വഴിയിലൂടെ ഇത് നയിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം അതിൻ്റെ ഭാരവാഹികളെയും ഈ സമൂഹത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ ഈ വർഷം നമ്മൾ പുതിയതായി ഇവിടെ BBS നടത്തി. ഒരുപാട് കുഞ്ഞുങ്ങൾ അതിൽ പങ്കെടുത്തു. വളരെ നല്ല രൂപത്തിൽ ഈ വർഷം മുതൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ BBS ഒക്കെ സംഘടിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു. അവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നതുപോലെ നോർത്ത് അമേരിക്കൻ ഗ്രാനായ കമ്മ്യൂണിറ്റിയുടെ സ്പിരിച്വൽ ഓർഗനൈസേഷൻ, വുമൻസ് ഓർഗനൈസേഷൻ, സൺഡേ സ്കൂൾ ഓർഗനൈസേഷൻ, യൂത്ത് ഓർഗനൈസേഷൻ, അവരൊക്കെയും ശ്രേഷ്ഠമായ സംഭാവനകൾ ഈ കമ്മ്യൂണിറ്റിക്ക് നൽകുന്നതാണ്. യൂത്തിൻ്റെയൊക്കെ ക്ലാസ്സുകൾ, അതുപോലെ വുമൻസിൻ്റെ പ്രെയർ ലൈനുകൾ, സൺഡേ സ്കൂളിലെ പ്രവർത്തനങ്ങൾ, അതിൻ്റെയൊക്കെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അതോടൊപ്പം ഇതിൻ്റെ MC ആയിട്ട് ഈ ത്രൂ ഔട്ട് ഈ കോൺഫറൻസിൽ പ്രവർത്തിച്ചവരും അവരെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് വേർവിട്ടു പോയതായ തൈക്കൂട്ടത്തിൽ അച്ഛൻ T. മാത്യു അച്ഛനും ഈ അടുത്ത കാലത്താണ് നമ്മൾ ഇന്ന് വേർവിട്ടു പോയത്. അച്ഛനെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ സമൂഹത്തോട് സ്നേഹമുള്ള, തന്നാൽ കഴിയുന്നതായ സംഭാവനകൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത് എന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനായിരുന്നു. പ്രത്യേകമായിട്ട് അച്ഛനെയും അച്ഛൻ്റെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. ദൈവം സ്വർഗീയ ദേശത്ത് എല്ലാ ആശ്വാസവും അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ കൺവെൻഷൻ്റെ വിജയം ഇതിൽ കടന്നു വന്ന നിങ്ങളുടെ എല്ലാം പങ്കാളിത്തമാണ്. എന്നാൽ NAKC എന്ന് പറയുന്ന നോർത്ത് അമേരിക്കൻ ഗ്രാനായ കമ്മ്യൂണിറ്റി അതിൻ്റെ 30ാമത് കൺവെൻഷൻ, അത് നടത്തിയ ഒരു കൺവെൻഷൻ പോലും നമുക്ക് ഒരു ശ്രേഷ്ഠമായതല്ലാതായി തീർന്നിട്ടില്ല. എല്ലാ കൺവെൻഷനും വളരെ ശ്രേഷ്ഠമായി നടത്തുവാൻ നോർത്ത് അമേരിക്കൻ ഗ്രാനായ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ NAKCക്ക് സാധിക്കുന്നത് ഇതിന് ദൈവത്തിൻ്റെ നടത്തിപ്പുള്ളതാണ്. എന്നാൽ ഇതിന് പകരമായി പല കമൻറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തർ പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒന്നിൻ്റെയും പുറകെ പോകുന്നില്ല. ഇത് ഈ കമ്മ്യൂണിറ്റിയുടെ മുന്നോട്ടുള്ള യാത്ര, അത് ദൈവം നിശ്ചയിക്കുന്ന രൂപത്തിൽ ഇത് മുന്നോട്ട് പോകും. എന്നാൽ ഞങ്ങൾ മെത്രാപ്പൊലീത്തമാർ സാധാരണഗതിയിൽ അഭിനന്ദ തിരുമേനിമാർ ഓർമ്മിപ്പിച്ചതുപോലെ പള്ളിയിലെ വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞ് വിശുദ്ധ മദ്ബഹായിൽ നിന്ന് സമുദായ വിഷയങ്ങളൊന്നും പറയാറില്ല. കാരണം അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ അല്ല ഞങ്ങൾ വളർന്നു വന്നത്. അങ്ങനെ ഒരു പാരമ്പര്യത്തിലല്ല ഞങ്ങളെ അഭിമന്യനായ ക്ലീമീസ് തിരുമേനി പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്നത്. അതുകൊണ്ട് അത് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. എങ്കിലും ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്നതായ കാര്യങ്ങൾ നമുക്കറിയാം. ജ്ഞാനായ സമൂഹം എന്ന് പറയുന്നത് സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഒരു ഭദ്രാസനമാണ്. ജ്ഞാനായ സമുദായത്തിൻ്റെ എൻഡോഗമി അനുസരിച്ച് നമ്മളൊരു സമൂഹമായി നിലനിൽക്കുന്നുവെങ്കിലും
സുറിയാനി സഭയുടെ ഭാഗമാണ്. അതിൻ്റെ ഒരു ഭദ്രാസനമാണ് ജ്ഞാനായ ഭദ്രാസനം. അപ്പൊ അതുകൊണ്ടാണ് എപ്പിസ്കോപ്പസി അടിസ്ഥിതമായിട്ടുള്ള ഭദ്രാസനമാണ് ജ്ഞാനായ ഭദ്രാസനം എന്ന് പറയുന്നത്. എന്നാൽ സാമുദായിക സംഘടനകളുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ NSS, SNDP പോലുള്ള സംഘടനകളുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് അതിൻ്റെ സെക്രട്ടറിമാരൊക്കെയാണ്. എന്നാൽ സഭയിലുള്ള ഒരു ഭദ്രാസനത്തിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതും നടത്തേണ്ടതും അതിൻ്റെ മെത്രാപ്പോലിത്തയാണ്. അതിൽ കാണുന്ന കുറവാണ് ഈ സമുദായത്തിൻ്റെ ഇപ്പോഴത്തെ വലിയ ശാപമെന്ന് പറയുന്നത്. അതിൽ നിന്ന് വന്ന മാറ്റമാണ് ഇന്ന് ഈ സമുദായം കടന്നു പോകുന്നതായ ഈ വിഷമസന്ധിക്ക് കാരണമായിട്ടുള്ളത്. എന്നാൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ജ്ഞാനായ അസോസിയേഷൻ ഉണ്ട്. എന്താണ് ജ്ഞാനായ അസോസിയേഷൻ? ജ്ഞാനായ സമുദായ ഭരണഘടനയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ജ്ഞാനായ സമുദായ ഭരണഘടനയിൽ അസോസിയേഷനെ കുറിച്ച് പറയുന്നത് മെത്രാപ്പോലീത്തായെ സഹായിക്കുന്നതിനുള്ള ബോഡിയാണ് അസോസിയേഷൻ. അല്ലെ മെത്രാപ്പോലീത്താമാരെ ഭരിക്കുവാനുള്ളതോ അവര് പറയേണ്ട കാര്യങ്ങൾ നടന്നു പറയാനുള്ള ബോഡിയൊന്നുമല്ല അസോസിയേഷൻ. സമുദായത്തിൻ്റെ ആത്മീയമായ കാര്യങ്ങളും സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടതായ കാര്യങ്ങളും ഒക്കെ തീരുമാനിച്ച് അതിന് വേണ്ടതായ ആലോചനകൾ നടത്തി അത് മെത്രാപ്പോലീത്തായിക്ക് സമർപ്പിക്കുന്ന ബോഡിയാണ്. ആ ബോഡിയുടെ തീരുമാനങ്ങൾ സമുദായത്തിൻ്റെ വളർച്ചയ്ക്കും സമുദായത്തിൻ്റെ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും മുന്നോട്ടുള്ളതായ ഐക്യത്തിനും ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതൊക്കെ നന്നാവുകയുള്ളൂ. അതുപോലെ ജ്ഞാനായ കമ്മിറ്റിയെക്കുറിച്ചും സമുദായ ഭരണഘടനയിൽ പറയുന്നത് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ട ആലോചനകൾ നൽകുന്ന ബോഡിയാണ്. ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ ഭരണം നടത്തിക്കോളാം, നിങ്ങളങ്ങ് മാറി നിന്നോ, കുർബാനയൊക്കെ ചൊല്ലിയിട്ട് അങ്ങ് പൊക്കോ എന്നുള്ള രൂപത്തിൽ ഇന്ന് സമുദായത്തില് കുറെ ആളുകളുടെ മൗഢ്യമായ ചിന്തകൾ, അതാണ് ഇന്ന് ഈ സമുദായത്തിന്റെ ഐക്യത്തിന് പലപ്പോഴും തുരങ്കം വയ്ക്കുന്നത്. ഇത് എപ്പിസ്കോപ്പൽ സഭയാണ്. ജ്ഞാനായ സമുദായം രൂപീകരിച്ചത് അന്ത്യോക്യ പാത്രികീസാണ്. ഇന്ന് പലപ്പോഴും പറയുന്നത് ഇപ്പോഴത്തെ പാത്രികീസ് ബാബായി ഞങ്ങൾ സ്വീകരിക്കത്തില്ല, ഇനിയും പുതിയൊരു പാത്രികീസ് ഉണ്ടാകുവാണെങ്കിൽ അന്നേരം ആലോചിക്കാം. ബാബാമാരെന്താ ചെയ്തിട്ടുള്ളത്? 1910 ഈ ജ്ഞാനായ സമുദായത്തെ മലങ്കരയിലെ മറ്റ് ഭദ്രാസനങ്ങളിൽ ചിതറിക്കിടന്ന ഈ ജ്ഞാനായ സമൂഹത്തെ ഒന്നിച്ച് ഒരു ഭദ്രാസനമാക്കി മാറ്റിയത് അന്ത്യോക്യ പാത്രികീസായിരുന്ന ഇഗ്നാത്യോസ് അബ്ദുള്ള പാത്രികീസ. അതുപോലെ ജ്ഞാനായ സമുദായത്തിന്റെ ആദ്യത്തെ ഭരണഘടന അല്ലെങ്കിൽ അന്നുണ്ടാക്കിയതായ നടപടിക്രമങ്ങളെ വായിച്ച് കേട്ട് നീലമ്പേരി പള്ളിയിൽ വെച്ച് അപ്രൂവൽ കൊടുത്തത് പരിശുദ്ധ ഇഗ്നാത്യോസ് ഏലിയാസ് പാത്രികീസ് ബാവയാണ്. അങ്ങനെയാണ് ഈ സഭയുടെ ഈ സമുദായത്തിന്റെ വളർച്ച. അതുകൊണ്ട് ഇത് ജ്ഞാനായ അതിഭദ്രാസനമായിരിക്കുമ്പോൾ ആ ഭദ്രാസനത്തിൽ സംബന്ധിക്കുന്ന കാര്യങ്ങള് അത് സഭയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണെങ്കിൽ അതിനെ ശാസിക്കേണ്ടത് ശാസിച്ചും തിരുത്തേണ്ടതിനെ തിരുത്തണമെന്നും പറയുവാനുള്ള അധികാരം ജ്ഞാനായ ഭദ്രാസനത്തിന്റെ തലവനായ പരിശുദ്ധ അന്ത്യോക്യ പാത്രികീസിന്റെ ചുമതലയാണ്. ആ അന്ത്യോക്യ പാത്രികീസിന്റെ സ്ഥാനത്ത് കയറിയിരിക്കാമെന്ന് വിചാരിച്ചാൽ ജ്ഞായിത്തോമായുടെ ചുടുനീളം സിരകളിൽ ഓടുന്ന ജ്ഞാനായക്കാർക്ക് അത് സ്വീകാര്യമായിരിക്കുകയില്ല. നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ന് പരിശുദ്ധ പാത്രികീസ് ബാവായ്ക്കെതിരായിട്ട് പോലും കേസുകൾ നൽകിയിട്ട് അന്ത്യോക്യ പാത്രികീസാണ് നമ്മുടെ എല്ലാമെന്ന് പള്ളികളിൽ പ്രസംഗിക്കുന്ന ആ കാപഠ്യം, അതിനെ തിരിച്ചറിയുന്ന നാളിലെ ഈ സമുദായം ഇനിയും മുന്നോട്ട് ശക്തിപ്പെട്ട് പോവുകയുള്ളൂ. പ്രിയമുള്ളവരെ, അത് നമ്മൾ മനസ്സിലാക്കണം. അന്ത്യോക്യ പാത്രികീസ് ഏത് കാര്യത്തിലാണ് ഇവിടെ ഇടപെട്ടിട്ടുള്ളത്? അദ്ദേഹത്തിന് ചെയ്യേണ്ടതായ തെറ്റുകൾ കാണുമ്പോൾ തിരുത്തേണ്ടതായ കാര്യങ്ങളാണ് അദ്ദേഹം തിരുത്തിയിട്ടുള്ളത്. ഞാൻ ചുരുക്കി പറയട്ടെ. പിന്നെ പ്രചരിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ്.
2 വൈദികര് കുർബാന ചൊല്ലിയപ്പോൾ അവരെ അങ്ങ് മുടക്കി. കുർബാന ചൊല്ലുന്നവരെ മുടക്കാനുള്ളതാണ്. കുർബാന ചൊല്ലുന്നവരെ മുടക്കിയ ചരിത്രം ഈ സഭയിലില്ല. എന്നാൽ സഭ അനുഷ്ഠിക്കുന്ന, സഭ പറയുന്ന രൂപത്തിൽ, സഭ അനുശാസിക്കുന്ന രൂപത്തിൽ, സഭയിലെ മെത്രാപ്പോലിത്തായുടെ കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനാണ് വൈദികർക്ക് പട്ടം കൊടുക്കുന്നത്. ആ മെത്രാപ്പോലിത്ത പറയുന്ന പള്ളികളിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ അവർക്ക് സാധിക്കത്തുള്ളൂ. ആ മെത്രാപ്പോലിത്തായുടെ കൽപ്പനകൾ അനുസരിച്ച് മാത്രമേ അവർക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ മേഖലയിൽ ഇതിൻ്റെ ചുമതലയുള്ള മെത്രാപ്പോലിത്തായായിട്ട് ഞാനിവിടെയുള്ളപ്പോൾ ഇവിടുത്തെ ചില പള്ളികൾ അവർക്ക് സ്വതന്ത്രമായി ഭരണഘടന ഉണ്ടാക്കി, ബൈലോകൾ ഉണ്ടാക്കി, ഞങ്ങൾ ഈ മേഖലയിലുമല്ല, അന്ത്യോക്യ പാത്രീസിന്റെ കീഴിലുമല്ല എന്ന് സ്വതന്ത്ര പള്ളിയാണെന്ന് അവര് പ്രഖ്യാപിച്ച് മാറിയപ്പോൾ അവിടേക്ക് അങ്ങനെയുള്ള സ്വതന്ത്ര പള്ളികൾക്ക് വൈദികരെ കൊടുക്കുവാൻ നമുക്കില്ല. അപ്പോൾ അവരെ വൈദികരെ ഏൽപ്പിച്ചിരിക്കുന്ന പള്ളികളിൽ അവർ വിശുദ്ധ ബലി അർപ്പിക്കുക. അതിന് വിരുദ്ധമായി 2 വൈദികര് ചെയ്തപ്പോഴാണ് അവരെ എക്സ്പ്ലനേഷൻ പല പ്രാവശ്യം ചോദിച്ചു, ചെയ്യാൻ പാടില്ല എന്ന് താക്കീത് കൊടുത്തു. ഇതൊന്നും കേൾക്കാതെ അവർ മുന്നോട്ട് പോയപ്പോഴാണ് ഫൈനൽ വാണിംഗ് കൊടുത്തത്. അതിനുശേഷം പരിശുദ്ധ പാത്രീസ് ബാബ അവരോട് പറഞ്ഞു, നിങ്ങളിത് ചെയ്യരുത്, സഭ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. അതിനും കേൾക്കാതെ വന്നപ്പോഴാണ് ഈ 2 വൈദികരെ മുടക്കിയത്. അങ്ങനെ അതുകൊണ്ടാണ്, അല്ലാതെ സഭ പറയുന്ന പോലെ പ്രവർത്തിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചത് കൊണ്ടല്ല. ഇപ്പോൾ പറയാം, എവിടുന്നോ അവർക്ക് നിർദ്ദേശം കിട്ടി പോയി കുർബാന ചൊല്ലാൻ. ഇവിടെ ഒരു മെത്രാപ്പോലിത്ത ഉണ്ട്. ഇവിടെ നിൽക്കുന്ന വൈദികര് അതനുസരിച്ച് പ്രവർത്തിക്കാമെങ്കിൽ മാത്രമേ ഈ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നോർത്ത് അമേരിക്കൻ ഗ്രാനായ കമ്മ്യൂണിറ്റിയിലുള്ള വൈദികർക്ക് വ്യക്തമായ കാര്യങ്ങളാണ്. അതിന് വിരുദ്ധമായി വന്നാൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ കേട്ടു, പൗലോസ്ലീഹ നമ്മളോട് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതിന് വിരുദ്ധമായി ഒരു സ്വർഗത്തിലെ ദൂതൻ വന്ന് അറിയിച്ചാൽ പോലും അവൻ ശപിക്കപ്പെട്ടവനാണ്. ഇപ്പൊ സഭ പറയുന്നത് ആദ്യം കേൾക്കണം. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവിടെ ഇവിടെയും പോയി ഓരോ കാര്യങ്ങൾ അനുഷ്ഠിച്ചാൽ അത് അനുഷ്ഠാനങ്ങളായി മാറുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ളതായ കാര്യങ്ങളാണ് ചെയ്തത്. എന്നാൽ ഇന്ന് പറയുന്നത് 2 വൈദികരെ അവർ കുർബാന ചൊല്ലിയതിന് മുടക്കി. ഇങ്ങനെ പണ്ടൊരു വൈദികനും വിശുദ്ധ കുർബാന അർപ്പിച്ച സമയത്ത് മുടക്കിയിട്ടുണ്ട്, ക്ലീമീസ് തിരുമേനിയുടെ സമയത്ത്. അത് കുർബാന അനുഷ്ഠിക്കുന്നത് കൊണ്ടല്ല, സഭ പറയുന്നതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സഭയുടെ ഡിസിപ്ലിൻ്റെ ഭാഗമായി സഭയ്ക്ക് അപ്രകാരം ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണാനായ ഭദ്രാസന ഇടവക അതിൻ്റെ അന്ത്യോക്യ ബന്ധങ്ങൾ മുറിക്കുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ ഇടവകളിലൊക്കെ ഇന്ന് ഈ 2 മെത്രാപ്പോലിത്തമാർ ഇവിടെയുണ്ട്. പറയുന്നത് ഞങ്ങൾ ഐക്യത്തിനൊക്കെ എല്ലാം ഞങ്ങൾ പരിശ്രമിച്ചു, അവർ സഹകരിക്കുന്നില്ല, അവർ വരുന്നില്ല എന്നുള്ള വലിയ പ്രചരണമാണ്. 2 മെത്രാപ്പോലിത്തമാരുടെ ജീവിത ചെലവിന് വേണ്ടി ജ്ഞാനായ അസോസിയേഷൻ പാസ്സാക്കിയതും കാരാന ഭരണഘടനയിലുള്ളതുമായ ആ കാര്യങ്ങൾ പോലും ഇന്ന് നിവർത്തിക്കുവാൻ നൽകുവാൻ സാധിക്കാത്ത ഒരു നേതൃത്വമാണ് പള്ളികളിലൂടെയും ലൈവിലൂടെയും പറയുന്നത്. ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണ്, 3 മെത്രാപ്പൊലിത്തമാരാണ് സഹകരിക്കാത്തത് എന്നാണ് ഒരു കോംപ്രമൈസ് ടോക്കിന് വിളിച്ചത്. 1-2 പ്രാവശ്യം വിളിച്ചതിൻ്റെ കാര്യമൊക്കെ അഭിമന്യ പിതാക്കന്മാർ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടല്ലോ, ഞാനത് ആവർത്തിക്കുന്നില്ല. ഈ ജ്ഞാനായ സമൂഹം ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള ഏത് ഐക്യത്തിനും ഞങ്ങൾ 3 ഏത് സമയത്തും തയ്യാറാണ്. എന്നാൽ അത് അന്ത്യോക്യ പാത്രീസ് ബാബ തലവനായും ജ്ഞാനായ സമുദായത്തിൻ്റെ മെത്രാപ്പോലിത്തായി ഇന്ന് തുടരുന്ന സേവോറോസിന്മേരുടെ നേതൃത്വവും അതിന് താഴെയുള്ള മേഖലാ മെത്രാപ്പോലിത്തായ ഞങ്ങൾക്ക് ഞങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ സമുദായ ഭരണഘടനയ്ക്ക് വിധേയമായി തന്നെ അങ്ങനെയുള്ള ഒരു ചിന്തകൾ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു ഐക്യത്തിന് ഏത് സമയത്തും ഞങ്ങൾ തയ്യാറാണെന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ,
ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ ഈ പറഞ്ഞതൊക്കെ എനിക്കറിയാം, ഇതിങ്ങനെ ലൈവ് ടെലികാസ്റ്റാണ്. നാളെ മുതൽ ഓരോ പാർട്ട് മുറിച്ചുകൊണ്ട് വരും കുറേ പേര്. പണിയൊന്നും ഇല്ലാത്ത ഒരാൾക്കാരുണ്ട്. തിരുമേനി അങ്ങനെ പറയും. ഇന്നലെ ഞാൻ കേട്ടു, ഓ ഞങ്ങൾ പറഞ്ഞതല്ലേ, തിരുമേനി അമേരിക്കയെ മുറിച്ച് കഷ്ണമാക്കി ഇനി ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാ. ഓരോ സമയത്ത് എനിക്കെടുത്ത് ഇങ്ങനെ കഴിക്കാമല്ലോ. 16 വർഷമായി തുടങ്ങിയിട്ട് സിൽവാനോസ് തിരുമേനി അമേരിക്കയെ വെട്ടിമാറ്റി കൊണ്ടുപോവാ. എങ്ങോട്ടാ കൊണ്ടുപോകണ്ടേ? എവിടാ ഞാനിത് കൊണ്ടുപോകണേ? ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുക, നോർത്ത് അമേരിക്കൻ ജ്ഞാനായ കമ്മ്യൂണിറ്റിയെ ഒരു ഭദ്രാസനമാക്കി മാറ്റണമെന്നുള്ള ചിന്ത എനിക്കുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. അത് ചെയ്യാനുള്ളതായ കഴിവും പ്രാപ്തിയും തൻ്റെ ഇടവും ഇന്ന് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല. ഇത് അമേരിക്കയിൽ വന്ന നാള് മുതൽ ഞാൻ പറയുന്നതാണ്. നോർത്ത് അമേരിക്കൻ ജ്ഞാനായ കമ്മ്യൂണിറ്റി ഈ ജ്ഞാനായ സമുദായത്തിൻ്റെ, ജ്ഞാനായ ഭദ്രാസനത്തിൻ്റെ ഒരു മേഖല മാത്രമാണ്. അത് അങ്ങനെ മാത്രമേ തുടരുകയുള്ളൂ. മുറിച്ചു മാറ്റുക എന്ന് പ്രചരിപ്പിക്കുന്നവരെ പുതിയതായിട്ട് ഇവിടെ ഒരു സംഘടന ഉണ്ടാക്കി, അതിനൊരു ബൈലോ ഉണ്ടാക്കി, യൂറോപ്പിലൊരു ബൈലോ ഉണ്ടാക്കി. ജ്ഞാനായ സമുദായത്തിൻ്റെ ഭരണഘടന ഉള്ളപ്പോൾ അപ്പോൾ ആരാണ് ഇതിനെ വിഭജിക്കുന്നത്? ഒരു ഭരണഘടന എന്ന് പറഞ്ഞ് വാദിക്കുന്നവരെ അമേരിക്കയ്ക്ക് ഒരു ബൈലോ ഉണ്ടാക്കിയതായിട്ട് ഈയിടെ അറിയാൻ സാധിച്ചു. യൂറോപ്പിൻ്റെ ഒരു ബൈലോ ഉണ്ടാക്കിയതായിട്ട് അറിയാൻ സാധിച്ചു. എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? ഇവിടെ സമുദായ ഭരണഘടന ഉണ്ടല്ലോ. ആരാണ് ഇപ്പോൾ ഇതിനെ മുറിക്കുന്നത്? ആരാണ് ഈ കള്ളങ്ങളെ പ്രചരിപ്പിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കുമ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ എവിടെയെങ്കിലും പറയുമ്പോൾ ഓരോ ക്ലിപ്പുകൾ എടുത്ത് വളരെ കമൻറ്റുകളാണ്. കുറേ പേര് ലൈക്ക് അടിക്കാനുണ്ട്, കുറേ പേര് കമൻറ്റ് പറയാനുണ്ട്. പിന്നെ ഓൺലൈനിലായിട്ട് കുറേ ആളുകളെ ഈ പെയ്ഡ് പോലെ ഇരുത്തിയിട്ടുണ്ട്. വായി തോന്നുന്നതെല്ലാം പറയും. പാത്രികീസ് ബാവയെക്കുറിച്ച് പറയും, മെത്രാമോരെ കുറിച്ച് പറയും. അങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന കുറേ ആളുകളുമുണ്ട്. ഇതൊന്നും ഈ സമൂഹത്തിന് വിഷയമുള്ള കാര്യമല്ല. ഈ ജ്ഞാനായ ഭദ്രാസനം മുന്നോട്ട് തന്നെ പോകും. ഇത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ജനങ്ങളാണ്. അത് മുന്നോട്ട് തന്നെ പോകും. ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവം ഈ കൺവെൻഷനെ ഇത്രയും ഭംഗിയായി വിജയിപ്പിക്കുവാൻ തക്കവണ്ണം അനുഗ്രഹങ്ങളെ വാരിച്ചൊരിഞ്ഞ് ഈ കമ്മ്യൂണിറ്റിയെ നയിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ കമ്മ്യൂണിറ്റിക്കുണ്ടാവും. അത് നിങ്ങൾ എൻ്റെ കൂടെ ഇതുവരെ സഹകരിച്ചതിലും കാണിച്ചതായ എല്ലാ നന്ദിയും ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. അതുപോലെ ഒരിക്കൽ കൂടെ ഇതിലേക്ക് കടന്നു വന്ന മെത്രാപ്പൊലീത്താമാരെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അവരോടുള്ള അനുമോദനങ്ങൾ, അവരോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ, കടപ്പാടുകൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ അടുത്ത വർഷം നോർത്ത് അമേരിക്കൻ ജ്ഞാനായ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ടർക്കി ഗ്രീസ് ട്രിപ്പുണ്ട്. അതായത് ആ ടർക്കി ഗ്രീസിലൊക്കെ ഒരുപാട് ആളുകൾ പോകുന്നതാണ്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഒരു പ്ലഷർ ട്രിപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ റിലീജിയസ് ആണ്. നമ്മുടെ ടർക്കിയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ മൊണാസ്ട്രികളിലും നമ്മൾ പോകുന്നുണ്ട്. പരിശുദ്ധ ഏലിയാസ് പാത്രികീസ് ബാവ വളർന്നു വന്ന, അദ്ദേഹത്തിൻ്റെ പാത്രിക ആസ്ഥാനമായിരുന്ന കുർക്കുമദേറ, മോർ ഗബ്രിയേൽ ദേറ, മോർ ഔഗേൻ ദേറ, അതിലെല്ലാം ഉപരിയായിട്ട് ജ്ഞാനായക്കാരും മലങ്കരയിലേക്ക് കടന്നു വന്ന എഡേസ, ഇവിടെ എല്ലാം അതുപോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോയി നമ്മളൊരു ടൂറ് അടുത്ത വർഷം ഈസ്റ്ററിന് ശേഷം സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും. കഴിവുള്ളിടത്തോളം ഒത്തിരി ആളുകളെ ഒന്നുമായിട്ട് നമ്മൾക്ക് പോകുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം ആൾ കൂടുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ആ കാര്യങ്ങളൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏവർക്കും നൽകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.